അധികാരത്തിലെത്തി തികച്ചും 2 മാസം തികയുന്നതിന് മുമ്പേ ഈ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും രാജിവെക്കണമെന്ന് കേരളത്തിലെ ജനങ്ങളൊട്ടാകെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായാലും, വൻതോതിൽ വിദ്യാർത്ഥി പ്രക്ഷോഭവും സംഘർഷവും ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായാലും, വോട്ട് തന്ന് ജയിപ്പിച്ച ആൾക്കാർ തന്നെ ആ മന്ത്രിക്കെതിരെ അല്ലെ മന്ത്രിസഭയ്ക്കെതിരെ എതിർത്ത് സംസാരിച്ചാലും, ഒരൊറ്റ തീരുമാനം കൊണ്ട് കേരളത്തിലെ ജനങ്ങളൊക്കെ തിരിച്ചു പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവാം. ഒരു തൊഴിലാളി വർഗം തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതി ഉണ്ടാവാം. കുറെ മുതലാളിമാർ സ്വന്തം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവാം. എന്തായിരിക്കും ആ തീരുമാനം? ജൂൺ 15 മുതൽ സൗജന്യ യാത്ര KSRTCയിൽ വുമൺസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇത് വൻതോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ VD സതീശൻ സർക്കാരിന്റെ രാജിക്കത്ത് പോലും നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു തീരുമാനം പോകും. കാരണം കേരളത്തിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വടക്കൻ കേരളം, തെക്കൻ കേരളം എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാം. വടക്കൻ കേരളത്തിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സർവീസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സർവീസ് നടത്തുന്നത് പറയുന്നത് പ്രൈവറ്റ് പാർട്ടീസ് ആണ്. തെക്കൻ കേരളത്തിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സർവീസസ് നടത്തുന്ന KSRTC ആണ്. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മലബാർ റീജിയൻസ് ഉൾപ്പെടുന്ന ഈ വടക്കൻ കേരളത്തിന്റെ അകത്ത് ഉള്ള ബസ്സുകളുടെ വരുമാനം വൻതോതിലൊടിയും. പോരാത്തതിന് സ്റ്റുഡൻസിന്റെ കൺസെഷൻ ഇതുവരെയായിട്ട് തീരുമാനമായിട്ടില്ല. എല്ലാവർക്കും, വുമൺസ് ആയിട്ടുള്ള എല്ലാവർക്കും കൺസെഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ മിക്ക ബസ്സുകാരും ഈ സ്റ്റുഡൻസിനെ നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ട് KSRTCയിൽ മാത്രം പോയി ഞങ്ങളിൽ കയറണ്ട എന്നുള്ള രീതിയിൽ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ സർവീസസ് കിട്ടൂലേ, നിങ്ങൾ അതിൻ്റെ അകത്ത് മാത്രം പോയാൽ മതി എന്നുള്ള തീരുമാനം അവരെടുക്കും. കാരണം അവരുടെ വരുമാനത്തിൻ്റെ അകത്ത് 40 to 60% കുറവ് ഈ ഒരു തീരുമാനം കൊണ്ടുണ്ടാകും. ആയിരക്കണക്കിന് വരുന്ന ബസ് തൊഴിലാളികളും ബസ് മുതലാളികളും അടച്ചുപൂട്ടി മൂലക്കിരിക്കേണ്ട സ്ഥിതിയിലേക്കും ഈ ഒരു തീരുമാനം കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. പെട്രോളിന് തന്നെ, നിങ്ങൾക്ക് പെട്രോളിനും ഡീസലിനും തന്നെ വില നോക്കി കഴിഞ്ഞാൽ 100-ന് അപ്പം വുമൺസിന്റെ വരുമാനം കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് പാർട്ടീസ് ഒക്കെ അടച്ചു പൂട്ടിയിട്ട് മൂലക്കിരിക്കേണ്ടി വരും. എൻ്റെ ബ്രദർ ഒരു കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് അറിയാം, പക്ഷെ എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അവൻ കണ്ടക്ടറായിരിക്കുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് കണക്ക് കൂട്ടുന്ന സമയത്ത് 250, 350, 650 അല്ലെങ്കിൽ 1000 രൂപയൊക്കെയാണ് ഒരു ദിവസത്തെ ലാഭം എന്ന് പറയുന്നത്. വെറും 600 രൂപ. അപ്പം ആ ഒരു വരുമാനം കൂടി ഈ ഒരു തീരുമാനം കൊണ്ട് പകുതിയായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും ഡെയിലി ഉണ്ടാവുക. ബസ്സിൽ പണിയെടുക്കാനുള്ള ആൾക്കാരെ കുറക്കേണ്ടി വരും, അല്ലെങ്കിൽ ബസ് റൂട്ട് കുറക്കേണ്ടി വരും. ബസ് സർവീസസ് എന്ന് പറയുന്ന മേഖല തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു തീരുമാനം കൊണ്ടുവരും. വൻതോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പോരാത്തതിന് സ്റ്റുഡൻസിന്റെ കൺസെഷൻ്റെ അകത്തുള്ള എമൗണ്ട് വൻതോതിൽ കൂട്ടേണ്ടി വരും. അവർ 5 രൂപയിലേക്കോ 6 രൂപയിലേക്കോ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രൈവറ്റ് പാർട്ടീസിന് പിടിച്ചു വെക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം അടച്ചുപൂട്ടലല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇത്രയും 1-2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പെട്രോൾ കാശ് പോലും അല്ലെങ്കിൽ ഡീസൽ കാശ് പോലും മുതലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. EV എടുത്തു കഴിഞ്ഞാൽ പോലും അത് നടക്കൂല. പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുമാനത്തിൻ്റെ അകത്തുള്ള ഇടിവാണ്. ഈ മേഖല അടച്ചുപൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. രണ്ടാമത് ഇൻഈക്വാലിറ്റിയാണ്. മലബാർ റീജിയൻ്റെ അകത്തും പിന്നെ തിരുക്കൊച്ചി, തിരുവനന്തപുരം റൂട്ടിലൊക്കെ, തിരുവനന്തപുരം ഒക്കെയുള്ള റീജിയൻ്റെ അകത്ത് ഇൻഈക്വൽ ആയിട്ടാണ് KSRTC സർവീസസ് നടത്തുന്നത്. ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഓക്കെ ആയിരിക്കാം. പക്ഷെ അടുത്ത പ്രശ്നം അവിടെയാണ് വേറെയുള്ളത്. ഒന്നാമത്തത് വുമൺ സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല. പക്ഷെ വുമൺസിന്റെ സ്റ്റുഡൻസിന്റെ അകത്ത് നമ്മളിപ്പം അവർക്ക് കൺസെഷൻ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണ്, കൺസെഷൻ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം KSRTC വലിക്കാത്ത ഭാരം പ്രൈവറ്റ് പാർട്ടീസ് വലിക്കണം എന്ന് പറയുന്നത് ഒരു നല്ല നടപടിയല്ല. അത് നടക്കാത്തൊരു കാര്യമാണ്. കാരണം അത്രയും ആൾക്കാരെ സാലറീഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ പൈസ കിട്ടുന്ന ആൾക്കാരെ അവർ കൊണ്ടുപോയിട്ട് ചില്ലറ മാത്രം കിട്ടുന്ന വിദ്യാർത്ഥികളെ പ്രൈവറ്റ് ബസ്സുകാർ മാത്രം കൊണ്ടുപോകണം എന്ന് പറയുന്നത് നല്ല നടപടിയായിട്ട് തോന്നുന്നില്ല. അത് അവർ നല്ല രീതിയിൽ എതിർക്കും. അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർ പറയും, നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള യാത്രയില്ലേ, നിങ്ങൾ എന്തിനാണ് നമ്മുടെ വണ്ടിക്ക് നിങ്ങൾക്ക് പോയിട്ട് KSRTC കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൃത്യസമയത്ത് സ്കൂളിലെത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയും ഉണ്ടാവും. കോളേജ് വിദ്യാർത്ഥികൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കും. കാരണം കോളേജ് വിദ്യാർത്ഥികൾക്ക് KSRTC പോകാൻ പറ്റും 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലും KSRTC എന്ന് പറയുന്നത് മലബാർ റീജിയൻ്റെ അകത്ത് 10-15 പ്രൈവറ്റ് ബസ് പോയി കഴിഞ്ഞാലാണ് ഒരു KSRTC ബസ് പോവുക. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അടുത്തത് വരുന്നുണ്ട്. അപ്പം ഈ ഒരു തീരുമാനം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെയായിരിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കർണാടകത്തിൽ ജയിച്ചിട്ടുണ്ട്, അല്ലെ മധ്യപ്രദേശിലൊക്കെ ജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഈ സംവിധാനം എടുത്ത് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ മന്ത്രിസഭ പുറത്തോട്ടേക്കുള്ള വാതിൽ സ്വയം തുറന്നു വെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാം. അടുത്തയാണ് 8ന്റെ പണി എന്ന് പറയുന്ന സാധനം. ഇപ്പം നമ്മൾ പ്രൈവറ്റ് പാർട്ടീസിന്റെ പൈസ കുറച്ച് ഹൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ വരുമാനം കൂട്ടണം എന്നുണ്ടെങ്കിൽ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ സ്റ്റുഡൻറ് കൺസെഷൻ അങ്ങ് കൂട്ടുക, 5 രൂപയൊക്കെ ആക്കിയിട്ട് മിനിമം വെക്കുക. അതാകുമ്പോൾ ആ പ്രൈവറ്റ് പാർട്ടീസിന്റെ വരുമാനം അത്യാവശ്യം ഒരു ഈക്വലൈസ് ചെയ്ത് പോകാനുള്ള ഒരു വരുമാനമായിട്ട് വരും. പക്ഷെ പ്രധാന പ്രശ്നം അടുത്തതാണ്. കാരണം ഇങ്ങനൊരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ SFI ഒക്കെ അവര് ഇപ്പം ചെറുങ്ങനെ ഒന്ന് എണീച്ചിട്ടേ ഉള്ളൂ, തുള്ളിച്ചാടി നടക്കും. സമരങ്ങളുടെ പോരാട്ടമായിരിക്കും, തെരുവുകൾ ചോരക്കളമാകും. ബാക്കിയുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ടാവും. ABP നല്ല രീതിയിലുള്ള സ്ട്രൈക്ക് നടത്തും. പോരാത്ത KSU പോലും വന്നിട്ട് ഇവരുടെ പ്രകടനങ്ങൾ കൊണ്ട് ഈ തെരുവ് നിറച്ചു വെക്കും. പോരാത്ത നിരന്തര ബസ്സുകാരും വിദ്യാർത്ഥികളായുള്ള സംഘർഷങ്ങളിലേക്ക് ഈ ഒരു തീരുമാനം കൊണ്ടുപോകും. അപ്പൊ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ തീരുമാനം കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം ചെയ്യാം. കാരണം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലും ആരായാലും ശരി, ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നഷ്ടമല്ലാണ്ട് ഒരു ലാഭം പോലും ഒരാൾക്കും ഉണ്ടാവാൻ പോകുന്നില്ല. കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ട് വെച്ച് കഴിഞ്ഞാല് ആ സർക്കാർ തന്നെ മൂലക്കിരിക്കുക എന്നല്ലാണ്ട് ഒരു പ്രയോജനം ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്ക് അമ്മമാരോടൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാല്, അല്ലെ ഈ ഒരു പരിപാടി നടത്തി കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മക്കളാണ്. കാരണം നിങ്ങളുടെ മക്കൾ കൃത്യമായിട്ട് സ്കൂളിലും കോളേജിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മലബാറിലുള്ള അമ്മമാരോടും അച്ഛന്മാരോടും നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാൻ നിൽക്കരുത്. BJPക്കാരോടും യുവമോർച്ചക്കാരോടും മഹിളാ മോർച്ചക്കാരോടും കൂടിയാണ് പറയുന്നത്, ഇതിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യരുത്. ഫോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ മലബാർ റീജിയൻ, ഞാൻ അടക്കമുള്ള മലബാർ റീജിയനിൻ്റെ അകത്തുള്ള സ്റ്റുഡൻസിന്റെ കാര്യം കട്ടപ്പുകയായിരിക്കും. അവരിരുന്ന് തണ്ടണ്ട വരും. കാരണം കൃത്യസമയത്ത് സ്കൂളിൽ പോകാൻ പറ്റില്ല, പ്രൈവറ്റ് പാർട്ടീസിന്റെ ബസ്സിന്റെ അകത്തു നിന്നുള്ള ചീത്ത, നിരന്തരം വിദ്യാർത്ഥി സംഘർഷങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന സാധനം. സോ ഈ ഒരു പ്രോഗ്രാം പറ്റുമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു സംഘർഷത്തിന്റെ ഒരു നിര തന്നെ ഈ തെരുവുകളിൽ ചോരക്കളമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഒരു പ്രൊജക്റ്റുമായിട്ടുള്ള എൻ്റെ അഭിപ്രായം.